കേരളത്തിലിപ്പം ഈ റോഡ് യാത്ര എന്ന് പറയുന്നത് അതീവ ദുസ്സഹമായി മാറിയിട്ടുണ്ട്. കാലവർഷം മാത്രമല്ല, മഴക്കാലം മാത്രമല്ല, റോഡ് നിർമ്മാണം നടക്കുന്നു. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ച നാഷണൽ ഹൈവേ അതോറിറ്റി NH-ലൊക്കെ പോകുന്ന ആൾക്കാർക്ക് തോന്നുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് ആളുകളുടെ യാത്ര കൂടി സൗകര്യപ്പെടുത്തിക്കൊണ്ട് അവർ ചില കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ള സംശയമുണ്ട്. എന്നാൽ ഒരു കാര്യം കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മളിപ്പോൾ ഈ അടുത്ത സമയമാണ് ഞാൻ എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് യാത്ര പോയത് കാറിൽ. അപ്പോൾ ഈ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഈ കോട്ടക്കൽ ഭാഗത്തൊക്കെ നാഷണൽ ഹൈവേയുടെ പണി പൂർത്തിയായി. അവിടെയൊക്കെ റോഡ് കിടക്കുന്ന കണ്ടാൽ നമുക്ക് വളരെ സുഖം തോന്നും. എന്നാൽ അവിടെ എനിക്കൊരു സംശയം ബാക്കിയായി. അവിടെ ഒരു ചെറിയ യെല്ലോ ലൈൻ പോലെ സംഭവമുണ്ട്. ഒരു ജസ്റ്റ് കഷ്ടിച്ച് ഒരു 2 വീലറിന് കടന്നു പോകാം. ഈ നല്ല എഞ്ചിനീയറിംഗ് ടെക്നോളജിയുള്ള റോഡ് എഞ്ചിനീയറിംഗ് ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ചുകൂടെ ഒരു വണ്ടിക്ക് കടന്നു പോകാനുള്ള കുറച്ചൊരു സ്ഥലം ബാക്കിയിട്ട് ഈ ഹൈവേ പണിഞ്ഞിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു അത്യാഹിതം ഉണ്ടായെങ്കിൽ, റോഡ് ബ്ലോക്കായി കിടക്കുമ്പോൾ പോലീസിന് പോലെയുള്ള അതോറിറ്റികൾക്ക് വാഹനത്തിൽ ഫ്രണ്ടിൽ പോകാനുള്ള സൗകര്യം കിട്ടിയത്. വിദേശ നാടുകളിലേക്കൊക്കെ വലിയ എക്സ്പ്രസ് ഹൈവേകളിൽ ഇങ്ങനെയുള്ള സൗകര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ നമ്മൾ ചെയ്തില്ല. ഒരു 2 വീലറിന് ജസ്റ്റ് പോകാം, ഒരു സൈക്കിളിന് വേണമെങ്കിൽ പോകാം. നമ്മൾ എന്തിനാണ് അതിൽ അമാന്തം കാണിച്ചത്? എത്രയോ കാലത്തേക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള റോഡാണിത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഗതാഗത കുരുക്കിനെ തുടർന്ന് തൃശ്ശൂർ പാലിയക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ചിരിക്കുകയാണ്. അത് ഹൈക്കോടതി ഉത്തരവിട്ട കാര്യമാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഇതിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. അത് ആ അപ്പീൽ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. വിവിധ ഇടങ്ങളിൽ ഇപ്പോഴും ഗതാഗത കുരുക്ക് രൂക്ഷമായി തുടരുകയാണ്. 5-6 മണിക്കൂർ, ഒരു ദിവസം രാത്രി 11 മണിക്ക് തുടങ്ങുന്ന ബ്ലോക്ക് പിറ്റേന്ന് രാവിലെ 11 മണിക്ക് മാറുന്നില്ല എന്നുള്ള അപകടം. അത്യാവശ്യമായ രോഗികളെ കൊണ്ടുപോകുന്ന ആംബുലൻസൊക്കെ വന്നാൽ പെട്ടത് തന്നെ. സൂരജ് സഞ്ജയ് ആമ്പല്ലൂരിൽ നിന്ന്, തൃശ്ശൂരിലെ ആമ്പല്ലൂരിൽ നിന്ന് ചേരുകയാണ്. സൂരജ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇപ്പോഴും ബ്ലോക്ക് രൂക്ഷമായി തുടരുകയാണോ? ബ്ലോക്കിന് ആശ്വാസമുണ്ടെന്ന് പറയാം, പക്ഷേ അത് പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. അത് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. ആമ്പല്ലൂരിൽ മാത്രം എത്ര നീണ്ട നിരയാണ് വാഹനങ്ങൾ കിടക്കുന്നത്. ആ പാലിയക്കരയിലേക്ക് പോകുന്ന ഭാഗമാണ്. അവിടെ മാത്രം വലിയ തിരക്കുണ്ട്. അതായത് ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഇന്ന് സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോഴും കഴിഞ്ഞ നാളുകളിലെല്ലാം കോടതിയിലേക്ക് എത്തുമ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി തങ്ങൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. എസ്കേൻ, നമുക്ക് പോകാം. ഈ കുഴികൾ കണ്ടോ എസ്കേൻ? ഇതുപോലുള്ള വലിയ വലിയ കുഴികളാണ് ഈ പാതയിൽ ഉടനീളമുള്ളത്. ഇത്തരത്തിൽ കുഴികളാണ്. ഇത് ചെറിയ കുഴി എന്ന് വേണേൽ പറയാം. ഇതിലും വലിയ ആഴമേറിയ വലിയ ഗർത്തങ്ങളുണ്ട്. ഇതെല്ലാം ചാടിക്കടന്ന് ഈ വാഹനങ്ങൾ പോകണമെങ്കിൽ ഒരു കാരണവശാലും കഴിയില്ല. ഈ ഗതാഗത കുരുക്കിന് ഇടയാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ റോഡിലെ കുഴികൾ തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഓരോ വാഹനവും ഈ കുഴിയിൽ കയറി ഇറങ്ങിപ്പോകാൻ എത്രമാത്രം സമയമെടുക്കും എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഇവിടെയൊക്കെ നമുക്ക് കാണാം ബാരിക്കേഡൊക്കെ ഇട്ട് ഈ താൽക്കാലികമായി ഈ കുഴികളൊക്കെ, അതായത് വാഹനങ്ങൾ വീഴാതിരിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന നടപടിയാണ്. അതായത് പലതവണ ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ പോലീസും എല്ലാം ഇടപെട്ട് ചർച്ചകൾ നടത്തിയ സമയത്തൊക്കെ പറഞ്ഞിരുന്നത്, ഈ പാതകളിലെ ഈ നിർമ്മാണ പ്രവർത്തികൾ, അതായത് താൽക്കാലികമായെങ്കിലും ഈ പോകുന്ന റോഡുകളിൽ ഈ കുഴി അടക്കണം, ഇല്ലെങ്കിൽ അത് വലിയ ഗതാഗത കുരുക്കിന് ഇടയാക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അതൊന്നും ചെയ്തിട്ടില്ല. അതൊന്നും ചെയ്യാതെയാണ് വീണ്ടും കോടതിയെ സമീപിക്കുന്നത്. ചേട്ടാ, വലിയ കുരുക്കല്ലേ? വലിയ കുരുക്ക് തന്നെയാണ്. അത് തന്നെയാണ് സ്കേൻ. അത് ആളുകളെ സംബന്ധിച്ച് ബസ്സൊക്കെ കുടുങ്ങിക്കിടക്കുന്നത് കാണാം. പ്രത്യേകിച്ച് ദീർഘദൂരങ്ങളിലേക്ക് പോകേണ്ട ബസ്സുകളുണ്ട്. ഇത് ആമ്പല്ലൂരിലേക്കുള്ള ബസ്സാണ്. തൊട്ടുപുറകിൽ ഒരു KSRTC ബസ് കിടക്കുന്നുണ്ട്. പലപ്പോഴും ഈ സമയം എത്തിക്കാൻ പോലും ജീവനക്കാർക്ക്, ചേട്ടാ, എല്ലാ ദിവസവും പ്രശ്നം. എല്ലാ ദിവസവും ഇതേപോലെ തന്നെ പ്രശ്നങ്ങൾ തന്നെയാണ്. 7 മിനിറ്റ് 8 മിനിറ്റ് ഒക്കെ ബ്ലോക്കിൽ കിടന്നിട്ട് പോണ്. തോറ്റ് ഇതായിട്ട് നിൽക്കണ്. ഇതൊന്നും എന്താ ചേച്ചി? തോറ്റുപോയി പറഞ്ഞു മടുത്തു. തോറ്റുപോയി. ഇനി തോൽക്കയ്യ. ഇതാണ് ബസ്സിൽ പോകുന്ന യാത്രക്കാരിയാണ്. അവർ പറഞ്ഞു തോറ്റു എന്നുള്ളതാണ് അവരുടെ പ്രതികരണം. എറണാകുളത്തേക്കൊക്കെ പോകേണ്ട ബസ്സുകളുണ്ട്. ഇവരെയൊക്കെ സംബന്ധിച്ച് ആകെ കുണ്ടും കുഴിയാ. ഈ ടോള് കൊടുക്കണ്ടായപ്പോഴാണ് ഇവിടെ ആകെ ബ്ലോക്കായി കാക്കൊരു ജാതി അഭ്യാസങ്ങൾ. ഇവിടെ ഒരാളും ചോദിക്കാറൂറായി ഇവിടെ കാത്തിക്കണ്. ഒരാളും ഇല്ല ചോദിക്കാൻ. പണി പോവാ. മനസ്സിലാവേണ്ട കാര്യങ്ങള് സർക്കാരിനോട് തന്നെ ചോദിക്കണേ. ഇത് എന്തിട്ടത്? ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അവരെ സംബന്ധിച്ച് കടുത്ത പ്രതിഷേധമുണ്ട്. എറണാകുളം ഭാഗത്തേക്ക്, അതോടൊപ്പം തന്നെ ആലപ്പുഴ ഭാഗത്തേക്കൊക്കെ പോകുന്ന ബസ്സുകളുണ്ട്. ഇവർക്കൊക്കെ പലവിധ ആവശ്യങ്ങൾക്ക് പോകുന്ന ആളുകളാണ്. ഈ സമയം കണക്കുകൂട്ടി ഇറങ്ങുന്ന ആളുകൾക്ക് പക്ഷെ ആ സമയത്തിനൊപ്പിച്ച് എത്താൻ പോലും കഴിയാത്ത ഒരു അവസ്ഥ അത് ദേശീയപാതയിൽ ഉടനീളമുണ്ട്. കുതിരാൻ കടന്നിറങ്ങിക്കഴിഞ്ഞാൽ ഈ കൊരട്ടി വരെയുള്ള ഭാഗം അത് കടന്നു കിട്ടണമെങ്കിൽ വല്ലാത്ത പ്രയാസമാണ്. മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ്. എല്ലാം പരിഹരിച്ചു എന്ന് കോടതിയിലെത്തുമ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി പറയുന്നുണ്ടെങ്കിലും ഇതാണ് യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിലെ റിയാലിറ്റി. അതാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ ദുരിതം തന്നെയാണ് ഈ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കിനടക്കം ഇടയാക്കുന്ന. താങ്ക് യു. എന്തായാലും വളരെ സങ്കടകരമായ കാര്യമാണ്. ഈ ഗതാഗത കുരുക്കൊന്ന് മാറിക്കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നൊക്കെ ആൾക്കാർ ആലോചിക്കുന്നുണ്ട്.